നമസ്കാരം. അക്ഷയ കോളേജ് വടക്കേക്കാട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചല്ലോ. നന്നായി പഠിക്കണം. ഇന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്രത്തിലെ ആഗസ്റ്റ് 31 വരെയും കോളേജുകൾ തുറക്കില്ല. ഈ രീതി തന്നെയാണ് നമുക്ക് അവലംബിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ രീതിയുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നാടോടുമ്പോൾ നടുവേ ഓടുക തന്നെ ചെയ്യണം. നന്നായി പഠിച്ചു തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യണം. സമയം ദുരുപയോഗപ്പെടുത്തരുത്. ടൈം ആൻഡ് ടൈഡ് നോ വെയിറ്റ്സ് മെൻ. നമുക്കൊരിക്കലും അവസരങ്ങളോ സമയമോ കാത്തിരിക്കില്ല. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ടൈം മാനേജ്മെന്റ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബോണസായി കിട്ടിയ സമയമാണ്. വീട്ടിലിരുന്ന് യാത്രയൊന്നും ചെയ്യണ്ട. അപ്പോൾ അതങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗിക്കുക. നമുക്കിനി സ്പെൻസറിലേക്ക് തന്നെ പോകാം. സ്പെൻസറുടെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പെൻസറുടെ മറ്റൊരു തിയറിയാണ് തിയറി ഓഫ് ഓർഗാനിസം. സ്പെൻസർ വിഭാവന ചെയ്ത ഒരു സിദ്ധാന്തമാണത്. സമൂഹത്തെ ഒരു ജീവിയുമായി താരതമ്യപ്പെടുത്തിയാണ് ഈ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരു ഓർഗാനിസത്തിൽ വരുന്ന എന്തെല്ലാം മാറ്റങ്ങളുണ്ടോ ആ മാറ്റങ്ങളെല്ലാം ഒരു സമൂഹത്തിനും ഉണ്ടാകുന്നു എന്നൊരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ദ തിയറി ഓഫ് ഓർഗാനിസം. ഇതിൻ്റെ ഒരുപാട് സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് സിമിലാരിറ്റി നോക്കാം. എന്തെല്ലാം സാമ്യമാണ് ഒരു ഓർഗാനിസവും ഒരു സൊസൈറ്റിയും തമ്മിലുള്ളത്? ഒരു ജീവിയുടെ പ്രത്യേകത എന്താ? ഒരു ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താ? ഓർഗാനിസം ജീവനുണ്ട്, വളരുന്നു. സമൂഹം വളരുന്നുണ്ട്. അപ്പൊ നിർജീവ വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് വളർച്ച. ഒരു ജീവി ഗ്രോത്ത് ചെയ്യുന്നു, അതിന് ഗ്രോത്ത് ഉണ്ടാകുന്നു. സൊസൈറ്റിക്കും ഗ്രോത്ത് ഉണ്ടാകുന്നു. വളർച്ചയാണ് പ്രധാനമായിട്ടുള്ള ഘടകം. സെക്കൻഡ്, വളരുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശരീരത്തിന്റെ ഘടകങ്ങൾ, അതായത് ശരീരത്തിന് വലിപ്പം കൂടും. അതേപോലെ തന്നെയാണ് സമൂഹത്തിന്റെയും വളർച്ച. സമൂഹം വളരെ എക്സ്റ്റെൻഡ് ചെയ്ത് വിപുലമായിട്ട് പോകും. സമൂഹത്തിലെ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നു, സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. ആദിമ സമൂഹത്തിൽ നിന്ന് വ്യാവസായിക സമൂഹത്തിലേക്കുള്ള ഒരു മാറ്റം വളർച്ചയെ കാണിക്കുന്നു. അപ്പൊ ഒരു ജീവി വളരും തോറും അതിന്റെ ഘടനയിലെ മാറ്റം വരുന്നു. ഘടന സങ്കീർണമാകുന്നു. ആന്തരിക ഘടനയൊക്കെ സങ്കീർണമാകുന്നു. തേർഡ് പോയിന്റ്, ഈ വളർച്ച ഒരു ജീവി ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവിയിലേക്കുള്ള മാറ്റം. പുരാതന കാലത്തുള്ള സമൂഹം ആധുനിക സമൂഹത്തിലേക്കുള്ള ഒരു മാറ്റം. ഇതാണ് ഏകകോശ ജീവി എന്നുള്ളത്. ബഹുകോശ ജീവിയിലേക്കുള്ള മാറ്റം. ഏകകോശ ജീവിയുടെ ആ ഒരു വൺ സെല്ലും ആണ് ആ ജീവിയുടെ ശരീരം കൺട്രോൾ ചെയ്യുന്നത്. അത് പിന്നീട് ബഹുകോശ ജീവിയാകുമ്പോൾ അതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നിയന്ത്രണം
മറ്റു കോശങ്ങളും കൂടി ഏറ്റെടുത്ത്. അങ്ങനെ പല കോശങ്ങളും കൂടി ചേർന്നാണ് ആ ശരീരം നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സമൂഹം ജോയിന്റ് ഫാമിലി സമൂഹമായിരുന്നു ആദ്യകാലങ്ങളിൽ. പ്രിമിറ്റീവ് സ്റ്റേജ് കഴിഞ്ഞ് ആദിമ സമൂഹങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി സിസ്റ്റമായിരുന്നു. ജോയിന്റ് ഫാമിലി സിസ്റ്റത്തില് കുടുംബം തന്നെ, ആ ഫാമിലി തന്നെയായിരുന്നു ഒരു ജീവി, അതായത് ഒരാളുടെ ജനനം, വിദ്യാഭ്യാസം, തൊഴിൽ, പരിചയം എല്ലാം നടത്തിയിരുന്നത്. അന്ന് പ്രത്യേക സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല, തൊഴിൽ എംപ്ലോയ്മെന്റ് ട്രെയിനിങ് സെന്ററുകളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. അപ്പൊ ജനനമൊക്കെ എവിടെ നടന്നിരുന്നത്? വീടുകളിൽ, അവരുടെ ഫാമിലികളിൽ. ഇന്ന് ആ സ്ഥാനത്ത് ആദിമ സമൂഹമായപ്പോൾ ജനനമെല്ലാം ഹോസ്പിറ്റലുകൾ ഏറ്റെടുത്തു. അതേപോലെ വിദ്യാഭ്യാസം സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും വെച്ച് നടത്തുന്നു. എംപ്ലോയ്മെന്റ് ട്രെയിനിങ്, അതിനുള്ള കേന്ദ്രങ്ങളുണ്ട്, തൊഴിൽശാലകളിലും നടക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് മാറ്റങ്ങൾ, ആ വളർച്ച. ആദിമ സമൂഹത്തില് തൊഴിൽ വിഭജനമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. വളരെ ലളിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്കുള്ള പ്രയാണം. ആദിമ സമൂഹത്തിൽ തൊഴിൽ വിഭജനം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അവിടെ തൊഴിൽ തന്നെ അധികം ഉണ്ടായിരുന്നില്ല. അന്ന് ചെരുപ്പ് കുത്തിയുടെ മകൻ ചെരുപ്പ് കുത്തിയാവും, കാർപ്പന്ററുടെ മകൻ കാർപ്പന്ററും, ഗോൾഡ് സ്മിത്തിന്റെ മകൻ ഗോൾഡ് സ്മിത്ത്. അപ്പോൾ ആ കാലഘട്ടത്തില് തൊഴിലില് പ്രത്യേക പരിചയമൊന്നും വേറെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ സ്വന്തം കുടുംബത്തിൽ വെച്ച് തന്നെ നടക്കുമായിരുന്നു. തൊഴിൽ വിഭജനം, ഒരു ജോലി തന്നെ വ്യത്യസ്തരായിട്ടുള്ളവർ ചെയ്യുന്നതായിരുന്നു തൊഴിൽ വിഭജനം. അന്ന് അങ്ങനെ ഒരു ജോലിക്ക് ഒരുപാട് പേരെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജോലി തന്നെ, അല്ല, വ്യത്യസ്ത ജോലികൾ ഒരാൾ തന്നെ ചെയ്തിരുന്നു. തൊഴിൽ വിഭജനം വളരെ ലളിതമായിരുന്നു. ഒരാളുടെ ജീവിതത്തെ ചുറ്റുപാടുകൾ, ഒരാൾ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ജീവി, ഓർഗാനിസം ആണ്. ഒരു ജീവിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകമാണ് അവരുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാട്. അതൊരു ജീവിയെ മാത്രമല്ല, സമൂഹത്തിന്റെയും വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ചുറ്റുപാട്. ആ എൻവയോൺമെന്റിൽ, അതൊരു നല്ല എൻവയോൺമെന്റിലാണ് ഒരു ജീവി വളരുന്നുണ്ടെങ്കിൽ അതിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി നല്ല ഗ്രോത്ത് ഉണ്ടാവും. സെയിം വേ സൊസൈറ്റി ആണെങ്കിലും ആ സൊസൈറ്റിക്ക് വളരാനുള്ള ഒരു സാഹചര്യം, ചുറ്റുപാട്, ഒരു എൻവയോൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമൂഹവും തഴച്ചു വളരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്പെൻസർ സമൂഹവും ഓർഗാനിസവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സമൂഹത്തിന്റെ പ്രത്യേകത, സമൂഹം വളരും തോറും വീണ്ടും നമ്മൾ കമ്പയർ ചെയ്തു, അതിന്റെ വളർച്ച എങ്ങനെ കൂടുന്തോറും അതിലെ പ്രവർത്തനങ്ങളുടെ, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ കൂടുതൽ സങ്കീർണമാകും. അതേപോലെ തന്നെയാണ് ഒരു ജീവി വളരും തോറും, അതിന്റെ വളർച്ച പൂർത്തിയാക്കും തോറും അതിന്റെ സിസ്റ്റത്തിൽ, ആന്തരിക ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഓരോ ഓർഗാനിസത്തിന്റെയും ഓരോ പാർട്സുകളും ഓരോ ഫങ്ഷൻസ് നിറവേറ്റുന്നു. നെക്സ്റ്റ്, ഒരു ജീവിയുടെ രക്തപര്യന വ്യവസ്ഥ, അതായത് സർക്കുലേഷൻ സിസ്റ്റം, ബ്ലഡ് സർക്കുലേഷൻ, രക്തപര്യന വ്യവസ്ഥ, സമൂഹത്തിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ടാണ് സ്പെൻസർ താരതമ്യം ചെയ്യുന്നത്. ജീവിയുടെ രക്തം, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും രക്തം, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് ആ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS, പൊതുവിതരണ വ്യവസ്ഥ.
ഏതാണ് PDS അറിയോ? സമൂഹത്തിലുള്ളത്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മേല റേഷൻ ഷോപ്പ്, മാവേലി സ്റ്റോറുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടതാണ്. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ സുഗമമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ജീവിയുടെ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, വാർത്താ വിതരണ വിനിമയം, ഇത് നമ്മൾക്കൊരു ശരീരത്തിന്, ഒരു ജീവിയുടെ ശരീരത്തിന് നാഡീവ്യവസ്ഥ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുവോ അതുപോലെയാണ് സമൂഹത്തിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു ജീവിയുടെ ജീവകോശങ്ങളെയാണ് സമൂഹത്തിലെ കുടുംബങ്ങളായിട്ട് താരതമ്യം ചെയ്തത്. ഒരു ജീവിയുടെ സെല്ലുകൾ, ആ സെല്ലുകൾ ആ ജീവിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെയാണ് സമൂഹത്തിലെ ഫാമിലിയുടെ പ്രാധാന്യം. സമൂഹം ഉണ്ടാവുന്നത് തന്നെ എങ്ങനെയാണ്? കുറേ ഫാമിലികൾ ചേർന്നാണ്. അപ്പൊ ആ ഫാമിലിയുടെ ഫാമിലി ഇല്ലെങ്കിൽ സമൂഹം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഫാമിലികൾ ചേർന്നാണ് സമൂഹം ഉണ്ടാവുന്നത്. അതുപോലെ കുറേ സെല്ലുകൾ, ശരീരത്തിലെ സെല്ലുകളാണ് ആ ഓർഗാനിസത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അപ്പൊ ഇത്രയുമാണ് സ്പെൻസർ ഒരു ഓർഗാനിസവും സൊസൈറ്റിയുമായിട്ടുള്ള താരതമ്യ പഠനം നൽകിയിട്ടുള്ളത്. ഓർക്കുക ഒന്നുകൂടി, ഒരു ജീവി അതിന്റെ ചുറ്റുപാടാണ് അതിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത്. നിങ്ങളെയും അതേപോലെ തന്നെയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ വളരുന്നുവോ ആ വളർച്ച നിങ്ങൾക്കും ഉണ്ടാകും. നല്ല ഒരു എൻവയോൺമെന്റ് ആണ്, നല്ലൊരു ചുറ്റുപാടിലാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാവിധ ഗുണങ്ങളും ലഭിക്കും. നേരെ മറിച്ച് ഒരു മോശമായ ചുറ്റുപാടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങളും കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ സാദൃശ്യങ്ങൾ അല്ലെങ്കിൽ സിമിലാരിറ്റീസ്. ഇനി ഇത്രയൊക്കെ സാദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ കുറെ ഡിസിമിലാരിറ്റീസ്, വ്യത്യാസം അല്ലെങ്കിൽ വൈജാത്യങ്ങളും ഉണ്ട്. ഡിഫറൻസസ് എന്താ നോക്കാം. ഒരു ഓർഗാനിസത്തില് എല്ലാ ഘടകങ്ങളും പരസ്പരം കണക്ട് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ബ്രെയിൻ, അതിന്റെ ഹാർട്ട്, ലിവർ തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്സുകളും, എല്ലാ അവയവങ്ങളും ഒന്നിനോടൊന്ന് കണക്ട് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സമൂഹം അങ്ങനെയാണോ? സമൂഹ സ്ഥാപനങ്ങളെല്ലാം ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം ഇപ്പോൾ മനസ്സിലായില്ലേ? സമൂഹവും ഒരു ഓർഗാനിസവും തമ്മിലുള്ള വ്യത്യാസം. ഒരു ജീവി എന്ന് പറയുമ്പോൾ ആ ജീവിയുടെ എല്ലാ അവയവങ്ങളും പരസ്പരം കണക്ട് ചെയ്ത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളും പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നില്ല. ഉദാഹരണത്തിന് മതസ്ഥാപനങ്ങളുണ്ട്, സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്, ക്ഷേമ സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം സ്വതന്ത്രവും വേറിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സമൂഹവും ജീവിയുമായിട്ട് വ്യത്യാസം ഉണ്ട് എന്ന്. സെക്കൻഡ്, ഒരു ഓർഗാനിസത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് അതിന്റെ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ്. ആ കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഓർഗാനിസം ശരിയായ രീതിയിൽ അതിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സമൂഹം അങ്ങനെയാണോ? സമൂഹത്തിന് ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയായാലും സമൂഹം പ്രവർത്തിക്കും. അതുപോലെ ഒരു ജീവിയുടെ ബ്രെയിൻ, അതാണ് ആ ജീവിക്ക് ബോധം നൽകുന്നത്, അതിനെ ചിന്തിപ്പിക്കുന്നത്. എന്നാൽ
സമൂഹത്തിന്റെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഭരണകൂടം. ഭരണകൂടത്തിന്റെ മാത്രം ചിന്തകൾ കൊണ്ട് ഒരു സമൂഹം പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡിസിമിലാരിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ വളർച്ചയും ഒരു ഓർഗാനിസത്തിന്റെ വളർച്ചയും തമ്മിലും കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ സാദൃശ്യങ്ങളും അസാദൃശ്യങ്ങളും, സിമിലാരിറ്റി ഡിസിമിലാരിറ്റിയും സമൂഹവും ജീവിയുമായിട്ട് കാണും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ക്ലാസ്. ഇത് ബാക്കിയുള്ള നോട്ടുകൾ നിങ്ങൾ എഴുതിയുണ്ടാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.